മഹേട്ടാ മഹേട്ടാ അടിക്കടാ അടിക്കടാ അവനെ. ഓ ഇനി മറഞ്ഞു നിന്നാൽ ശരിയാവില്ല. എല്ലാം കൈവിട്ടു പോകും. എന്റെ പെണ്ണിനെ തുടരാ. ഇടിച്ചോ ഇടിച്ചോ ആക്ടിങ് ഇടിച്ചോ. അയ്യോ വേണ്ട മഹേട്ടാ. മഹേട്ടാ ഞാൻ നകുലിനെ രക്ഷപ്പെട്ട്. വേണ്ട മഹേട്ട, അതെല്ലാം അവന്റെ അഭിനയോ. ഇല്ല കുഴപ്പമൊന്നുമില്ല. ആരാ ഇവരൊക്കെ? അത് ഞാനെങ്ങനെ അറിയാനാ? നകുൽ എന്റെ അടുത്ത് പോയ സമയത്ത് അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കി. അപ്പോഴാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്ന് മാറിയപ്പോ എന്തൊക്കെയാ സംഭവിച്ചത്? മഹി വന്നുകൊണ്ട് ആപത്തൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഞങ്ങളെ രക്ഷിച്ചതിനോട് നന്ദി വാക്കൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. എന്നാലും ഒത്തിരി നന്ദിയുണ്ട് മഹി, ഒരുപാട് നന്ദിയുണ്ട്. എങ്ങേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മഹേട്ടാ. വാ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. എങ്ങേ ഇപ്പോഴും പേടി മാറിയിട്ടില്ല അല്ലേ? ഇല്ല മഹേട്ടാ, എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. ഇപ്പോഴും നെഞ്ചെടുപ്പ് കുറഞ്ഞിട്ടില്ല. ഈ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിലാ മഹേട്ടൻ വന്ന് രക്ഷിച്ചത്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു എന്ന് കരുതി മറന്നേക്ക്. ഇനി മനസ്സിൽ പേടിയൊന്നും വേണ്ട. അതെ, അവരെല്ലാം പോയില്ലേ, ഇനി എന്തിനാ പേടിക്കുന്നേ? അവന്മാരാരായിരുന്നാലും അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ കേസ് കൊടുക്കണം. അത് അവരാരാം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ കേസ് കൊടുക്കും? കണ്ടാൽ തിരിച്ചറിയുന്നവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാമല്ലോ. അവന്മാരാരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചോളൂ. നാട്ടിൽ പകല് പോലും പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനി ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ളവന്മാർ വിലസുന്നതേ പോലീസിന്റെ പിടിപ്പേട് തന്നെയാണ്. നമ്മൾ പ്രതികരിക്കാതിരുന്ന നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് ശരിയാ മഹി പറഞ്ഞത്. ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് അറിയട്ടെ. എന്നാലും ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ പോലീസ് എങ്ങനെ കുറ്റവാളികളെ കണ്ടുപിടിക്കും? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ റെസ്റ്റോറന്റിൽ CCTV ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവുന്നപോലെ അതിൽ അവന്മാരുടെ മുഖവും പതിഞ്ഞിട്ടുണ്ടാവും.
അവന്മാരെ കണ്ടുപിടിച്ച് 4 എണ്ണം പൊട്ടിച്ച് പോലീസുകാർ വേണ്ട രീതിയിൽ ചോദിച്ചാ അവന്മാര് തത്ത പറയുന്ന പോലെ പറയും. നമുക്കറിയാത്ത കാരണമോ നമുക്കറിയാവുന്ന ആരെങ്കിലുമോ ഈ സംഭവത്തിന് പിന്നിലുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. ആ അത് ശരിയാ. ഇവൻ പോലീസിൽ പരാതി കൊടുത്താ എല്ലാരും കുടുങ്ങും. കൂടെ ഞാനും അകത്താകും. പരോൾ സമയത്ത് വീണ്ടും പിടിച്ച ഇനി പരോള് പോലും കിട്ടില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗംഗയ്ക്ക് ഇപ്പോഴും ടെൻഷനുണ്ടോ? ഇല്ല മഹേട്ടാ, മഹേട്ടനെ കണ്ടതോടെ പേടിയൊക്കെ മാറി. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിൽ എന്തോ ഒരു വല്ലായ്മയുണ്ട്. എങ്കിൽ അത് നമുക്കങ്ങ് മാറ്റിക്കളയാം. അതെങ്ങനെയാ? ദേ, അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കാം. നല്ല ബെസ്റ്റ് ആളോട് ഐസ്ക്രീം കഴിക്കാന്ന് പറയുന്നേ. റെസ്റ്റോറന്റ് വെച്ച് ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരക്ഷരം ഉണ്ടായിരുന്ന കക്ഷിയത്. ഇരിക്കെ. സർ, 2 ചോക്ലേറ്റ് ഐസ്ക്രീം. പിന്നെ എന്റെ ഇഷ്ടങ്ങളൊന്നും മഹേട്ടൻ മറന്നിട്ടില്ലല്ലേ? ഞാനൊന്നും മറന്നിട്ടില്ലെന്ന് ഗംഗയോട് പറഞ്ഞത് ഓർമ്മയില്ലേ? നകുലിന് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. എനിക്ക് വേണ്ട. ഓക്കെ സർ. നിങ്ങൾ കഴിച്ചിട്ട് വാ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. വേറെന്തെങ്കിലും? വേണ്ട. ശരി സർ. പണ്ട് നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോ മഹേട്ടൻ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങി തരുന്നത് ഞാൻ എപ്പോഴും ഓർക്കും. ഇപ്പോ ഗംഗയുടെ മനസ്സിലെ പേടിയും ടെൻഷനൊക്കെ മാറിയില്ലേ? മാറി. അതാ എനിക്ക് വേണ്ടത്. ഗംഗ എന്നും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എനിക്കും മഹേട്ടൻ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാൻ ആഗ്രഹം. ഞാനിപ്പോ ഹാപ്പിയാ ഗംഗ. എന്റെ സന്തോഷത്തിന് കാരണം ഗംഗ മാത്രമാ. എന്നോട് മിണ്ടാൻ പോലും മടിച്ച് നടന്നിരുന്ന മാളു ഇപ്പൊ എന്നെ അച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഗംഗ മാത്രമാ. ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മഹേട്ടൻ എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? എന്റെ ഈ ജീവിതം തന്നെ മഹേട്ടനുള്ളതാ. മഹേട്ട, ഞാൻ ജീവിക്കുന്നത് തന്നെ മഹേട്ടനും മാളുവിനും വേണ്ടി മാത്രം. എല്ലാം എനിക്കറിയാം ഗംഗ, എല്ലാം എനിക്കറിയാം. എന്തേ മതിയൊക്കെയാ? എന്നാ പിന്നെ പോവാം.
മഹി, എന്നെ ഒന്ന് അപ്പുറത്തിറക്കണം. എന്തു പറ്റി? വീട്ടിലേക്ക് വരുന്നില്ലേ? അല്ല, ഈ ബൈക്ക് സ്റ്റാർട്ട് ആവാത്തോണ്ട് വർക്ക്ഷോപ്പുകാരെ വിളിച്ച് അതെടുത്ത് നന്നാക്കി വെക്കാൻ പറഞ്ഞായിരുന്നു. അതൊന്ന് നോക്കാൻ പോണം. അല്ല, വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് പറഞ്ഞാൽ നകുലിനെ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടാം. അയ്യോ, അത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതല്ല, വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കുറേ ഡീവിയേറ്റ് ചെയ്തിട്ട് വേണം വർക്ക്ഷോപ്പിലോട്ട് പോകാൻ. അതുമാത്രമല്ല, ഗംഗ ആകെ ടയർഡല്ലേ. വെറുതെ സമയം കളയണ്ട. മഹി വേഗം ഗംഗയെ വീട്ടിലെത്തിക്കും. ഞാൻ പൊയ്ക്കോളാം. അത് ശരിയാ. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. നകുലിനെ അവിടെ ഇറക്കിയാൽ മതിയോ? മതി, അവിടെ മതി. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഓക്കെ, ചെന്നിട്ട് റെസ്റ്റ് എടുക്കുക. ഹലോ, നിങ്ങളിത് എവിടെയാ? ഞങ്ങള് കുറച്ചു ദൂരം മാറി നിൽക്കുക. ഞാൻ പറഞ്ഞതല്ലേ ധൃതി കാണിക്കരുതെന്ന്. അത് നാശത്തിനാണെന്ന് ഇപ്പൊ അനുഭവം വന്നപ്പോ ബോധ്യമായില്ലേ? അത് പിന്നെ ഇങ്ങനെ ഒരാൾ വന്ന് അവളെ രക്ഷിക്കുമെന്നോ നമ്മളെ ഇടിക്കുമെന്നോ ഞങ്ങൾ എങ്ങനെ അറിയാനാ? നിങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷെ എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഗംഗയെ കൊണ്ടുവന്ന് നോക്കരുത്, സമയമാകുമ്പോ ഞാൻ എത്തിച്ചേരാന്ന്. നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇന്നേ വരെ വായി തുറന്ന് എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് എപ്പോഴും സത്യം തന്നെയാ. നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വളച്ചൊടിക്കും, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യും. ഇതിപ്പോ മഹി നിങ്ങളെ പിടിച്ചിരുന്നെങ്കിൽ എന്താവുന്ന അവസ്ഥ? പക്ഷേ അവന് ഞങ്ങളെ പിടിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ രക്ഷപ്പെട്ടില്ലേ. അങ്ങനെ ആശ്വസിക്കണ്ട. മഹി പോലീസിൽ പരാതിപ്പെടാൻ പോവുക. അവരന്വേഷിച്ച ഏതൊക്കെ CCTVയില് നിങ്ങളുടെ മുഖം പതിഞ്ഞിട്ടുണ്ടെന്ന് നോക്കി അവർ കണ്ടുപിടിക്കും. മഹിയും ഗംഗയും അത് നോക്കി നിങ്ങളെ തിരിച്ചറിഞ്ഞ അതോടെ എല്ലാം കഴിഞ്ഞു. ആദ്യം ആരെങ്കിലും വിട്ട് ആ റെസ്റ്റോറന്റിലെ CCTV ദൃശ്യങ്ങൾ മാറ്റണം. പിന്നെ നിങ്ങൾ ഗംഗയുടെ പിന്നാലെ ഓടിയ ഭാഗത്ത് എവിടെയെങ്കിലും ക്യാമറ ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്നിനും നേരിട്ട് പോകണ്ട, അത് കൂടുതൽ കുഴപ്പമാവും. നമുക്ക് വിശ്വാസമുള്ള വേണ്ടപ്പെട്ട ആരെങ്കിലും അയച്ചാൽ മതി. ശരി. അല്ല, ഇനി ആ പെണ്ണിന്റെ കാര്യം എങ്ങനെയാ? ബോംബെയിലെ ബോസ് കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ അവിടെ എത്തിക്കണം. ബോസ് അല്ല, ആര് കയറ് പൊടിച്ചിട്ടും ഒരു കാര്യവുമില്ല. സമയമാകുമ്പോ ഞാൻ അവളെ എത്തിച്ചോളാന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ ദയവ് ചെയ്ത് അതിനിടയിൽ കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ശരി, ഇനിയിപ്പോ ഞാനെന്ത് പറയാനാ? എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. കണ്ടോ, ഈ ബുദ്ധി നിങ്ങൾക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാറുന്നില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. തൽക്കാലം നീ അവളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. ശരി, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഉഴപ്പാതെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാരും ഉടനെ അകത്താവും. ഞാൻ ദേ ഇറങ്ങിക്കഴിഞ്ഞു. ആ ഏരിയയിൽ എവിടെയെങ്കിലും ക്യാമറ ഉണ്ടെങ്കിൽ അത് ഇന്ന് തല്ലി പൊട്ടിച്ചിരിക്കും. സൂക്ഷിക്കണം. പിന്നെ ക്യാമറ തല്ലിപ്പിടിച്ചിട്ട് കാര്യമില്ല, അതിന്റെ സ്റ്റോറേജ് ഹാർഡ് ഡിസ്ക് ആണ് പൊക്കേണ്ടത്. ശരി, നോക്കിക്കൊള്ളാം. ശരി. എങ്ങനെ പുറത്തു പോയപ്പോ സംഭവിച്ചൊന്നും വീട്ടിലാരും അറിയണ്ട. വെറുതെ ആരും പേടിപ്പിക്കണ്ട. സംഭവിച്ചതൊക്കെ എല്ലാവരും അറിഞ്ഞാ അവരും ടെൻഷനാവും. ഇല്ല, ഞാനൊന്നും പറയില്ല മഹേട്ടാ. നിങ്ങൾ എത്തിയോ? നകുലെവിടെ? നകുല് വർക്ക്ഷോപ്പുകാരെ വിട്ട് വണ്ടി എടുപ്പിച്ചിരുന്നില്ലേ, അത് നോക്കാനായിട്ട് പോയിരിക്കുക. മഹി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗംഗ പൊക്കോളൂ. മഹി, കമ്പനിയുടെ പുതിയ പ്രൊജക്ട് ലോഞ്ചിങ് കോയമ്പത്തൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ട് നീ അവിടെ പോകുന്നില്ലേ? റിവ്യൂ മീറ്റിംഗിന് നീ അവിടെ ഇല്ലാതിരുന്നാൽ എങ്ങനെ ശരിയാവും? ഞാൻ പോണമെന്ന് കരുതിയതാ, പിന്നെ ഫോണിൽ സംസാരിച്ചാൽ മതിയാവുമെന്ന് കരുതി. അവിടുത്തെ മാനേജേഴ്സ് അത് വേണ്ട രീതിയിൽ ചെയ്തോളൂ. കമ്പനിയുടെ കാര്യത്തിൽ നമ്മൾ ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി നിന്ന
അത് ബിസിനസിനെ മൊത്തത്തിൽ ബാധിക്കും. മാനേജേഴ്സ് സാലറി വാങ്ങുന്നവരാ, അവർക്ക് അത്രയ്ക്കുള്ള ഉത്തരവാദിത്വം ഉണ്ടാവും. ഇത് നമ്മുടെ പ്രസ്റ്റീജ് പ്രൊജക്ട് ലോഞ്ചിങ് ആണ്. മഹി ഉറപ്പായി അവിടെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ പോവാം. വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ വിളിച്ചു പറയാം. ശരി. മഹിയും ഗംഗയും തിരിച്ചു വന്നു. അപ്പൊ നകുലോ? അവൻ വന്നില്ല. അവ എവിടെ പോയി? അവൻ വഴിയിൽ എന്തിനോ ഇറങ്ങിയെന്ന്. അപ്പോ മഹിയേട്ടനും ആ ഗംഗയും മാത്രമായി തിരിച്ചു വന്നു അല്ലേ? അവർക്ക് ഒരുമിച്ച് പോകാനും വരാനും എങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാവുന്നെന്ന് നോക്കിയമ്മേ. ഈ അവസരങ്ങള് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ അതോ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ എന്ന് എങ്ങനെ അറിയാം? മനഃപൂർവ്വം എങ്ങനെ അവസരങ്ങൾ ഉണ്ടാവുന്നേ? അതിനാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? ഈ ഗംഗയ്ക്ക് ഗൗരിയുമായി എന്തോ ടൈപ്പുണ്ട്. അദൃശ്യായി നിന്ന് ഗംഗയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഗൗരിയാ. അമ്മ പറയുന്നത് ശരിയാണെന്ന് ചില സമയത്ത് തോന്നും. എന്നാലും ഒരു പെണ്ണിന്റെ സൈക്കോളജി വെച്ച് നോക്കുമ്പോ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഗൗരി മഹേട്ടന്റെ ഭാര്യയാ. ഒരു പെണ്ണിന് ഒരിക്കലും തന്റെ ഭർത്താവിന് മറ്റൊരു പെണ്ണിനൊപ്പം കാണുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോ ഗൗരി എങ്ങനെ ഗംഗയെ ഹെൽപ്പ് ചെയ്യും? അതും മഹേട്ടന്റെ ഒപ്പം കറങ്ങി നടക്കാനും വരാനും ഒക്കെ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുവോ? നീ ഇപ്പൊ പറഞ്ഞത് ശരിയാ. പക്ഷേ ഒരമ്മ മകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. മാളുവിന് അവൾ ഇഷ്ടപ്പെടുന്ന ഒരാള് അമ്മയായി വരണമെന്ന് ഗൗരിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലോ? അങ്ങനെ ചിന്തിക്കൂ? ഒരമ്മ മകൾക്ക് വേണ്ടി ചിന്തിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അത് വെച്ച് നോക്കുമ്പോ ഗൗരി ചെയ്യുന്നത് എത്രയോ നിസ്സാര കാര്യമാ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ തന്നെയാണെന്ന് പറയുന്നത് ശരിയാണല്ലേ? അങ്ങനെ എല്ലാ അമ്മമാരെയും ആ ഗണത്തിൽ കൂട്ടണ്ട. നല്ല അമ്മമാര് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഗംഗയ്ക്ക് ഗൗരിയുടെ സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ തീരും. ഇന്ന് പൗർണമിയല്ലേ? ഗുരു അമ്മ ഗൗരിയെ നശിപ്പിക്കാനുള്ള പൂജ ചെയ്യാനായി നേരിട്ടെത്തുന്ന ദിവസം. ഇന്നത്തോടെ ഗൗരിയുടെ ശല്യം തീരും. ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? അത് ശരിയാ. പക്ഷേ ഗുരുവമ്മയുടെ പൂജ എങ്ങനെ നടത്തും? മഹി ഇവിടെ ഉണ്ടല്ലോ, അവനോട് എന്ത് സമാധാനം പറയും? അതിനെന്തെങ്കിലും വഴി ആന്റി കണ്ടിട്ടുണ്ടാവും. നാത്തൂനെ, ഗുരുവമ്മ ഇന്ന് പൂജയ്ക്ക് വരുന്ന ദിവസമല്ലേ? മഹി ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്ത് ചെയ്യും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മഹി ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് കോയമ്പത്തൂർക്ക് പോകും. കോയമ്പത്തൂർക്കോ? ഇന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ പോകുന്നില്ലെന്ന് കരുതിയിരുന്നതാ. ഞാൻ വേണ്ട രീതിയിൽ ഉപദേശിച്ചപ്പോ അവൻ പോവാന്ന് സമ്മതിച്ചു. ഹോ, ഇപ്പോഴാ സമാധാനമായത്. രേഷ്മ അജിത്തും കൂടി അജിത്തിന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അവരെയും കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാഹുലും കൂട്ടുകാരുടെ കൂടെ കറങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇനി അവൻ എപ്പോ തിരിച്ചു വരുന്നുള്ളത് ദൈവത്തിനറിയാം. എന്തായാലും ഇന്ന് തിരിച്ചു വരില്ലെന്നുള്ളത് ഉറപ്പാ. എല്ലാം കൊണ്ടും സാഹചര്യങ്ങൾ അനുകൂലമാണ്. എന്തെങ്കിലും പറഞ്ഞ് ഗംഗയും മാളുവിനെയും നേരത്തെ ഉറങ്ങാൻ അയക്കണം. സീമയെ നേരത്തെ പറഞ്ഞു വിടണം. ശരി. ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു ഉഗ്രപൂജയാ.
ഇന്നാണ് പൗർണമി. എന്നെ ഇല്ലാതാക്കാനുള്ള പൂജയ്ക്കായി ഗുരു അമ്മ നേരിട്ടെത്തുമെന്ന് പറഞ്ഞ ദിവസം. എന്റെ മാളു, എന്റെ മഹിയേട്ടൻ, പാവം ഗംഗ, അവരെ സംരക്ഷിക്കാനാ ഞാൻ ഈ ഭൂമിയിൽ തുടരുന്നത്. എന്റെ കുഞ്ഞിനെയും മഹിയേട്ടനെയും ഗംഗയെയും ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിവിടെ തുടർന്നേ പറ്റൂ. ഈ പൂജ എങ്ങനെയെങ്കിലും എനിക്ക് മുടക്കണം.